പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രീ സീസൺ മത്സരം ഉണ്ടായേക്കുമെന്ന വാർത്തയാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. തായ്ലൻഡിലെ ഒരു സെക്കൻഡ് ഡിവിഷൻ ടീമായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ നാളത്തെ എതിരാളികൾ. നാളെ ഉച്ചകഴിഞ്ഞ് 2:30 മത്സരം ആരംഭിക്കുന്നത്. ഈ ഒരു മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ഒന്നും എന്തായാലും നാളെ ഉണ്ടായിരിക്കില്ല. മത്സരശേഷമുള്ള മാച്ച് സ്കോർ അല്ലെങ്കിൽ മാച്ചുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റ്സുകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വാർത്ത ബംഗളൂരു FC ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, അടുത്ത സീസണിലേക്ക് വേണ്ടി വമ്പൻ താരങ്ങളെ തന്നെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ബംഗളൂരു FC. മികച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫോറിൻ പ്ലേയേഴ്സിനെ തന്നെയാണ് ബംഗളൂരു FC ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പെഡ്രോ കാപ്പോ എന്നൊരു താരത്തിനെ കൂടി ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ബംഗളൂരു FC. ക്ലബ്ബ് തന്നെയാണ് ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പെഡ്രോ കാപ്പോ എന്ന ഈ ഒരു താരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ 33 വയസ്സ് പ്രായം വരുന്ന ഒരു സ്പാനിഷ് താരമാണ് ഇദ്ദേഹം. മാത്രമല്ല സെൻട്രൽ ബാക്കായിട്ടും മിഡ്ഫീൽഡറായിട്ടും ഈ ഒരു താരത്തിന് കളിക്കാൻ സാധിക്കും. എന്തുകൊണ്ട് മികച്ച ഒരു സൈനിങ് തന്നെയാണ് ഇപ്പോൾ ബംഗളൂരു FC നടത്തിയിട്ടുള്ളത്. ISL തന്നെ കളിച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിട്ടുള്ള ജോർജ് പെറഡയസ്, അതുപോലെ തന്നെ ആൽബർട്ടോ നൊഗവേറ എന്നീ പ്ലേയേഴ്സ് എല്ലാം ബംഗളൂരു FC ടീമിലുണ്ട്. പെഡ്രോ കാപ്പോ എന്ന ഈ ഒരു സ്പാനിഷ് താരവും നിരവധി സ്പാനിഷ് ടീമിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള താരമാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രൈക്കറിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത മാർക്കസ് അടക്കമുള്ള റിപ്പോർട്ടേഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ആ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്ന് മാർക്കസ് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് മാർക്കസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു താരം അർമാൻഡോ സാദിഖു ആണ് എന്ന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മാർക്കസ് വ്യക്തമാക്കുന്ന അനുസരിച്ച് ഈ ഒരു ട്രാൻസ്ഫർ ഇനി നടന്നേക്കില്ല എന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സ്ട്രൈക്കറിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. കോച്ചുമായി വരെ ചർച്ചകൾ നടന്നെങ്കിലും ഫൈനൽ എഗ്രിമെന്റിലേക്ക് എത്താൻ രണ്ടുപേർക്കും സാധിച്ചില്ല എന്നാണ് മാർക്കസ് വ്യക്തമാക്കുന്നത്. മാർക്കസ് പറഞ്ഞ ഒരു താരം അർമാൻഡോ സാദിഖു ആണെങ്കിൽ താരമിന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.